കാരണം നിങ്ങൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, വേർപിരിയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറക്കാനോ സാധിക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്നേഹം പലപ്പോഴും നിങ്ങൾ ചില സമയത്തൊക്കെ ഇവർക്ക് ശരിക്കും സ്നേഹമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചില സമയത്തൊക്കെ ചിന്തിക്കുമ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കാം. അപ്പം ചില സമയങ്ങളിൽ അവർ ഭയങ്കര തിരക്കുകളൊക്കെ ആണെങ്കിൽ, തിരക്കുകളിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ് സ്വാഭാവികമായിട്ടും. പക്ഷെ തിരക്കുകളൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു കാര്യങ്ങൾ പലപ്പോഴും നേടാൻ സാധിക്കുന്നില്ല. അപ്പം നിങ്ങളുടെ അവിടെ ഒരു കൺകെട്ടാണ്. അതായത് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയിൽ നിങ്ങൾ തന്നെ കൺകെട്ട് നിർത്തിയിരിക്കുവാണ്. നിങ്ങൾക്ക് എന്താ പറയുക, പലപ്പോഴും നമ്മൾ എന്താ പറയുക, നമ്മൾ ആ ഒരു ഈ ഒരു 8 ഓഫ് സോർഡ്സിൽ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കൺകെട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ച് ഒരുപാട് നെഗറ്റീവ് കൂട്ടുന്നുണ്ട്. അങ്ങനെയൊന്നും നെഗറ്റീവ് ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ എന്താ പറയുക, എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക. നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളെ അവരിൽ നിന്ന് ഉണ്ടാവുള്ളൂ. നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ നമ്മുടെ വാക്കിൽ പോലും സംസാരത്തിൽ പോലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരോട് നമ്മൾക്ക് ചോദിക്കേണ്ട ഒരു അവസ്ഥയാകും. സോ അത് നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പം സ്റ്റോപ്പ് ആക്കുക. കാരണം നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. നിങ്ങൾക്ക് എന്ത് കാര്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും എന്താ പറയുക, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു നല്ലൊരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും അവരെ അക്സെപ്റ്റ് ചെയ്യുക, അവരുടെ സ്വഭാവത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അവരുടെ മനസ്സിനുള്ളിൽ യാതൊരു തരത്തിലുള്ള സ്നേഹക്കുറവുകളും കാണുന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്നേഹമുള്ള ഒരു വ്യക്തികൾ തന്നെയാണ്. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരാൾ കൂടുതലായിട്ട് പുറമേ നിന്ന് കാണിക്കുന്ന ഒരു വ്യക്തിയും ഒരാൾ പുറമേ നിന്ന് കാണിക്കാത്ത ഒരു പ്രകൃതവുമാണ്. അപ്പം അങ്ങനെ രണ്ടുപേരുടെയും ഓരോ എനർജീസ് തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞ് നിങ്ങളെ പല സമയത്തും കരയിപ്പിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും എന്താ പറയുക, ചില സമയങ്ങളിൽ നിങ്ങൾക്ക് എന്താ പറയുക പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ചില സമയങ്ങളിൽ നിങ്ങൾ അവരോട് ചോദിക്കുന്നു എന്നും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അവർ നിങ്ങളോട് പെട്ടെന്ന് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ചില സമയങ്ങളിൽ ചോദിക്കുന്നുണ്ടാവാം, ഞാനല്ലാതെ മറ്റൊരു റിലേഷൻ ഉണ്ടോ, ഇല്ലെങ്കിൽ എന്നെ ഇഷ്ടമില്ലേ എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പലപ്പോഴും നിങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ടാവാം. പക്ഷെ ആ ദേഷ്യം എന്ന് പറയുന്നത് നിങ്ങളെ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ അങ്ങനെ ചോദിക്കുന്ന അവർക്ക് ഇഷ്ടമില്ല. അവർക്ക് അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ആ പേഴ്സൺ ആ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ തരാതെ നിൽക്കുന്നതിൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ അവർക്ക് എത്രത്തോളം ആത്മാർത്ഥത ഈ ഒരു പേഴ്സൺ നമ്മളോടുണ്ടെന്ന് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ കണ്ടു. ഇന്നത്തെ ഈ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.